ഇത് UAE-ലെ റാസൽ ഖൈമയിലുള്ള ഒരു പച്ചക്കറി തോട്ടമാണ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും വളരെ നന്ദി. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് UAE-ലെ റാസൽ ഖൈമയിലുള്ള അൽ അമറാനി എന്ന സ്ഥലത്തേക്കാണ്. അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ മൊബൈലിൽ നിന്ന് കാണുന്നവർ ഈ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. എന്നാലും നിങ്ങൾക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അൽ അമറാനിയിലെ ഒരു പച്ചക്കറി ഫാമിലേക്കാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്. അപ്പോൾ അത് നടത്തുന്ന ഒരു മലയാളിയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ നിങ്ങളോട്ട് പങ്കുവെക്കാം. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി എന്ന് പറയുന്നത് ക്യാബേജ് ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്, അതുപോലെ പാവയ്ക്കുണ്ട്, ബ്രൊക്കോളിയുണ്ട്, പിന്നെ നമുക്ക് സലാഡിനൊക്കെ ഉപയോഗിക്കുന്ന ഈ ലെച്ചൂസ്, ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കൃഷികൾ. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ കോളിഫ്ലവർ കുറച്ച് നട്ടിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് വരാം. ഇവിടുത്തെ വെള്ളം എന്ന് പറയുന്നത് കുഴൽക്കിണറിലെ വെള്ളമാണ് ഇവിടുത്തെ ഇതിനെല്ലാം ഉപയോഗിക്കുന്നത്. അപ്പോൾ വലിയ കുഴൽക്കിണറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പമ്പ് ചെയ്ത് ടാങ്കിലേക്ക് അടിച്ചിട്ട് അവിടെ നിന്നാണ് എല്ലാ കൃഷിയും ഉപയോഗിക്കുന്നത്. UAE-ൽ ചൂട് സമയത്തൊന്നും സാധാരണ ഇതിൽ 50 ഡിഗ്രി വരെയൊക്കെ ചൂട് വരും. ആ സമയത്തൊന്നും കൃഷി ഉണ്ടാവാറില്ല. സെപ്റ്റംബറൊക്കെ കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ചൂട് കുറഞ്ഞു തുടങ്ങും. അപ്പോൾ ആ സമയത്താണ് ഈ കൃഷിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. അത് കഴിഞ്ഞ് 6 മാസത്തേക്ക് കൃഷി ചെയ്യാറുണ്ട് സാധാരണ ഇതിൽ. അതായത് ഫെബ്രുവരി മാർച്ച് ആകുമ്പോഴത്തേക്ക് കൃഷിയെല്ലാം അവസാനിക്കും. എൻ്റെ ഈ സൈഡിൽ കാണുന്ന പാവയ്ക്ക കൃഷിയാണ്. ഇത് വഴുതനങ്ങയുടെ തോട്ടമാണ്. ഏക്കർ കണക്കിന് പരന്ന് നടക്കാണ് ഇവിടുത്തെ ക്യാബേജ് കൃഷി. എൻ്റെ ഈ പുറകെ കാണുന്നത് നമ്മൾ സലാഡിനൊക്കെ ഉപയോഗിക്കുന്ന ലെച്ചൂസിൻ്റെ തോട്ടമാണ്. ലെച്ചൂസാണ് ഈ താഴെ കാണുന്ന മുഴുവനും. നേരത്തെ
കണ്ട ലെച്ചൂസിൻ്റെ തൈകളാണ് ഈ ചെറിയ ടെൻ്റ് അടിച്ചിട്ട് അതിനകത്ത് നട്ടു വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ പച്ചക്കറി കൃഷിയുടെ ഇടയിൽ കൂടെ ഇവർ ചെറിയ ട്യൂബ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൂടെയാണ് ഈ വെള്ളവും വളമൊക്കെ ഇതിന് കൊടുക്കുന്നത്. ഈ കാണുന്ന വളം ഈ ടാങ്കിലെ വെള്ളത്തിൽ കലക്കി പമ്പ് ചെയ്യാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ഫാമിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ റിപ്ലൈ തരാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.